ദുബായിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീട്ടുവാടകയിൽ കുറവ് വന്നു തുടങ്ങി. പ്രോപ്പർട്ടി മാർക്കറ്റ് സ്റ്റോഴ്സുകൾ ആണ് വീട്ടുവാടകയിലെ ഈ കുറവ് രേഖപ്പെടുത്തിയത്. അതേസമയം സ്റ്റുഡിയോ, ഒരു കിടപ്പുമുറികളുള്ള ഫ്ളാറ്റുകൾ എന്നിവയ്ക്കാണ് നിലവിൽ കാര്യമായി കുറവ് പ്രകടമാകുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ദുബായിൽ കഴിഞ്ഞ 2 മാസമായി ചില സ്ഥലങ്ങളിൽ വീട്ടുവാടക വർദ്ധിച്ചിട്ടില്ലെന്നാണ് പ്രോപ്പർട്ടി മാർക്കറ്റ് സോഴ്സുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി മിക്ക സ്ഥലങ്ങളിലും വീട്ടുവാടക കുതിച്ചു കയറുകയായിരുന്നു. ഇതിലാണ് വലിയ മാറ്റം രേഖപ്പെടുത്തിയത്. ഷെയറിംഗ് താമസ കേന്ദ്രങ്ങൾക്കെതിരെ അധികൃതർ നടപടി കർശനമാക്കിയതും വാടക കുറയാൻ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിരവധി ബാച്ചിലേഴ്സും ബാച്ചിലർ താമസം ഒരുക്കിയിരുന്ന കമ്പനികളും അജ്മാൻ, ഷാർജ എന്നീ എമിറേറ്റുകളിലേക്ക് താമസ കേന്ദ്രങ്ങൾ മാറ്റിയതും ദുബായിലെ ആവശ്യക്കാരുടെ ഡിമാൻഡ് കുറച്ചു. ദുബായ് ഇന്റർനാഷണൽ സിറ്റിയിൽ കഴിഞ്ഞ 2 മാസമായി വാടക വർധന ഇല്ലെന്ന് യുഎയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ സിറ്റിയിലെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകൾക്ക് വാർഷിക വാടക 29,000 ദിർഹത്തിന് താഴെയാണെന്ന് റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുണ്ട്. ഒരു കിടപ്പുമുറിക്കും വാടക കൂട്ടിയിട്ടില്ല. ദുബായ് ഡിസ്കവറി ഗാർഡനിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ വാടകയിൽ 1% കുറവ് രേഖപ്പെടുത്തിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ദുബായിൽ വാടക നിശ്ചയിക്കുന്നത് റെന്റൽ ഇൻഡെക്സിലെ റേറ്റിംഗ് അനുസരിച്ചാണ്. എന്നാൽ ചിലയിടത്ത് വർധന അതിലും കൂടുതലാണെന്നാണ് താമസക്കാരുടെ പരാതി. അതിനാൽ വീട്ടുവാടകയിൽ കുറവ് വരുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശി സമൂഹത്തിന് വലിയ ആശ്വാസകരമാകും. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jayhind TV. An Elvis Chumar TV show. Middle East This Week, Middle East beyond the headlines.